എത്രയും പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി പിറന്ന രക്ഷകന്റെ പിറവി തിരുനാളിന്റെ ഒരുക്കത്തിന്റെ 21-ാം ദിനമാണിന്ന്. ഈ ദിനത്തിൽ നമുക്ക് ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാനുള്ളത് നക്ഷത്ര വിളക്കാണ്. വിളക്ക് വെളിച്ചം നൽകുന്ന ഒന്നാണ്, എന്നാൽ നക്ഷത്ര വിളക്ക് കൂടുതൽ അർത്ഥവത്തായ തെളിച്ചമാണ്. നക്ഷത്രങ്ങളെ ആകാശഗോളങ്ങളിൽ നിന്നു കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ മനുഷ്യന് വഴികാട്ടിയായി അവർ നക്ഷത്രത്തെ കണ്ടെത്തിയിരുന്നു. ഉണ്ണീശോയുടെ ജനനത്തിൽ രാജാക്കന്മാർക്ക് വഴികാട്ടിയായി മുന്നോട്ട് നയിച്ചതും നക്ഷത്രമായിരുന്നു. അവരുടെ യാത്രയിൽ വഴികാട്ടി മാത്രമല്ല, പ്രകാശം ചൊരിഞ്ഞതും ആ നക്ഷത്രമായിരുന്നു. ഇവിടെ നാം നക്ഷത്രവിളക്ക് സമ്മാനമായി നൽകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നൽകുന്ന സമ്മാനം ഏറ്റവും മനോഹരമായിരിക്കണം. വിവിധ വർണ്ണങ്ങൾ കൊണ്ടും സുന്ദരമായ തൊങ്ങലുകൾ കൊണ്ടും ആവശ്യത്തിന് വലിപ്പവും പ്രകാശം ചൊരിയുന്നതുമായിരിക്കണം നക്ഷത്രവിളക്ക്. ഈ നക്ഷത്രവിളക്ക് സമ്മാനമായി നൽകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? കൂട്ടുകാരുള്ള ചെറിയ ചെറിയ വാശിയും വിദ്വേഷവും മാറ്റിവെക്കണം. മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും അനുസരിക്കണം. എന്നാൽ മാത്രമേ സുഹൃതം കൊണ്ട് നിറയ്ക്കുന്ന നക്ഷത്രവിളക്ക് തെളിഞ്ഞു പ്രകാശിക്കാൻ നല്ലൊരു ആകാശം കിട്ടുകയുള്ളൂ. ആ ആകാശത്തിലേക്ക് വർണ്ണശബളമായ മിന്നി തിളങ്ങുന്ന ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു നക്ഷത്രവിളക്ക് നിർമ്മിച്ച് ഉണ്ണീശോയ്ക്ക് നൽകാം. ഉണ്ണീശോയെ ഞാനെങ്ങനെ ആശ്രയിക്കുന്നു എന്ന് 33 പ്രാവശ്യം ഏറ്റുചൊല്ലാം. നമ്മുടെ കുടുംബത്തെ ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് കാഴ്ചവെക്കാം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നന്ദി.